അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കുറേ ആളുകൾ വിളിച്ച് പറയാറുള്ള ഒരു സങ്കടമാണ്. തങ്ങളെ കുറേ വർഷമായി ഞങ്ങളെ വീടിന് കുറ്റിയടിച്ചിട്ട്, പച്ച മണ്ണിൽ കുറ്റിയടിച്ച് ഞങ്ങളുടെ സ്വപ്ന ഭവനം കെട്ടിപ്പടുക്കാൻ ഞങ്ങളുടെ കീശയും മേശയും കലിയാണ് തങ്ങളെ. ആ പണി അങ്ങ് പൂർത്തിയാവുന്നില്ല. വീട് പണി കുറേ കാലമായി തങ്ങളെ, പണി പൂർത്തിയാവുന്നില്ല. എങ്ങനെ നോക്കിയിട്ടും അതിന് പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണ് തങ്ങളെ. ആ വീട് അച്ചേൽക്ക് അതുപോലെ, ആ വീട് അതുപോലെ പണിയൊന്നും കഴിയാതെ അങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് അതിനൊരു മാർഗം? ഞങ്ങളെ കുടുംബത്തിൽ ഭക്ഷണത്തിൽ വിശാലതയില്ല, ഒന്നിലും വസ്ത്രത്തിലും ഭക്ഷണത്തിലും പാർപ്പിടത്തിലും ഒന്നും ഒരു വിശാലതയില്ല, ഒന്നിനും ഒരു റാഹത്തില്ല. തൊട്ടതിനും പിടിച്ചതിനൊക്കെ പ്രയാസമാണ്, കടമാണ്. അനങ്ങിയാലും തിരിഞ്ഞാലും മറിഞ്ഞാലും കടമാണ് തങ്ങളെ. കടം കൊണ്ട് ബുദ്ധിമുട്ടി. ഇൻഷാ അല്ലാഹ് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇൻഷാ അല്ലാഹ് പ്രയാസപ്പെടുന്നവർ ഒരു ദിക്ർ, ഒരു അമൽ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആവശ്യമുള്ളവർക്ക് പോയി കാണാം. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ദാരിദ്ര്യമാണ്. കുടുംബത്തിലും വീട്ടിലും എല്ലാം ദാരിദ്ര്യം. ആ ദാരിദ്ര്യം ഞങ്ങളിൽ നീങ്ങുന്നില്ല തങ്ങളെ. പ്രയാസമാണ് എന്ന് പറഞ്ഞ് സങ്കടം പറയാറുണ്ട് ചിലർ വിളിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് പറയാറുള്ള ഒരു സങ്കടമാണ് ഞാൻ ഈ പറഞ്ഞത്. പ്രയാസമാണ് തങ്ങളെ, പ്രതിസന്ധിയാണ്. വീടിൻ്റെ പണി പൂർത്തിയാവുന്നില്ല, ജോലിയിൽ ബർക്കത്തില്ല. ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു, നല്ല ജോലിയായിരുന്നു തങ്ങളെ. ഇപ്പോൾ ജോലിയൊന്നുമില്ല. അവിടുന്ന് റിസൈൻ അടിച്ചു, അവിടുന്ന് വിസ എക്സിറ്റ് അടിച്ച് നാട്ടിൽ വേറെ വിസക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും റെഡി ആവുന്നില്ല. എല്ലാത്തിനും ഒരു തടസ്സം, ഒരു ബുദ്ധിമുട്ട്. ഇതെല്ലാം സിഹർ, പൈശാചികമായിട്ട് എന്തെങ്കിലും ഇതിലൊക്കെ ഒരു പ്രയാസം ഉണ്ടാകുമോ? പൈശാചികമായിട്ട് ഇത്തരം പ്രയാസങ്ങൾ പൈശാചികമായി ഉണ്ടാകുമോ എന്ന് ചോദിച്ചവരുണ്ട്. ഇതെല്ലാം പിശാചിൻ്റെ ഷർറായി. ഇത്രയും പൈശാചികമായും ഉണ്ടാകാം, പൈശാചികമല്ലാതെയും ഉണ്ടാകാം. അതൊക്കെ അതിൻ്റെ കണക്ക് നോക്കി, അതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടേ പറയാൻ സാധിക്കൂ. ഇൻഷാ അല്ലാഹ് അത്തരം അവസ്ഥ അള്ളാഹു നമുക്ക് നൽകാതിരിക്കുമാറാകട്ടെ. ദാരിദ്ര്യമാണ് പ്രയാസം. എല്ലാവർക്കുമുള്ളതാണ് ദാരിദ്ര്യം. വീട്ടിൽ ദാരിദ്ര്യം. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് വീട്ടിൽ നമ്മളെ ദാരിദ്ര്യം പിടിപെടൽ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ദാരിദ്ര്യമുണ്ടാകും ഉറക്ക് അധികരിപ്പിച്ചാൽ. ഒരാൾ സ്ഥിരമായി അങ്ങ് ഉറങ്ങുകയാണ്, എപ്പോൾ നോക്കിയാലും ഉറക്ക്. അവനക്ക് ജോലിക്ക് പോകാനൊരു ഇൻട്രസ്റ്റ് ഇല്ല, ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ല. ഉറങ്ങന്നെ. സുബ്ഹി നിസ്കാരമില്ല, ഒരു നിസ്കാരം ഒന്നുമില്ലാതെ സുബ്ഹിൻ്റെ സമയത്ത് പോലും കിടന്നുറങ്ങുന്നൊരവസ്ഥ. ഒരു നിസ്കാരവുമില്ലാതെ വീട്ടിലിങ്ങനെ ഉറങ്ങിക്കഴിയുന്നൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ മേൽ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ ആൾ, ഞാൻ 5 ആളുകളെ എണ്ണാം. അതിൽ നമ്മൾ പെടുമോ എന്ന് മനസ്സിനോട് ചോദിക്കുക, ഹൃദയത്തോട് ചോദിക്കുക. തങ്ങൾ പറഞ്ഞതിൽ ഞാനുണ്ടോ എന്ന് ഓരോരുത്തരും ഹൃദയത്തിൽ തൊട്ട് ചോദിക്കുക.
രണ്ടാമത്തെ ആൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞ രണ്ടാമത്തെ ആൾ, ദാരിദ്ര്യം അവനെ പിടിപെടുന്ന രണ്ടാമത്തെ ആൾ. ഇതൊരാൾ വീട്ടിൽ ഒരാൾ ചെയ്താൽ തന്നെ മതി. ഒരാൾ ഈ വീട്ടിൽ ഒരാൾ ചെയ്താൽ തന്നെ മതി, ആ വീട് മൊത്തം ദാരിദ്ര്യത്തിൽ പിടിപെടും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. രണ്ടാമത്തെ ആൾ വസ്ത്രമില്ലാതെ നഗ്നനായിട്ട് കിടന്നുറങ്ങുന്ന ആളാണ്. ഇപ്പോൾ യുവാക്കൾക്ക് ഒരു ട്രെൻഡാണ് ഔറത്ത് മറക്കാതെ രാത്രികാലങ്ങളിൽ കിടന്നുറങ്ങുക, വീടിനുള്ളിൽ കിടന്നുറങ്ങുക. ഇപ്പം ട്രാക്കൊക്കെ ഇട്ട് ട്രൗസറൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ കിടന്നുറങ്ങുന്നത്. അടിവസ്ത്രം ഇട്ടിട്ടാണ് രാത്രി വീട്ടിൽ ഇറങ്ങുന്നതും അങ്ങാടിക്ക് ഇറങ്ങുന്നതും കിടന്നുറങ്ങുന്നതും. അത്തരം വീടുകളിൽ ദാരിദ്ര്യം പിടിപെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അത്തരം വീടുകളിൽ ദാരിദ്ര്യം വിട്ടുപോകൂല. എന്ത് തന്നെ ചെയ്തിട്ടും, എത്ര തങ്ങന്മാരടുത്ത് പോയി തകിടേറ്റ് വന്നിട്ടും, വീടിനെ 4 മൂലക്കെ കൊണ്ടുപോയി കുഴിച്ചിട്ടാലും, പറമ്പ് മൊത്തം തകിട് കൊണ്ടുപോയി കുഴിച്ചിട്ടാലും, ഇത്തരം വീടുകളിൽ ദാരിദ്ര്യം പോവുക തന്നെ പോകൂല. ഇത്തരം വീടുകളിൽ ദാരിദ്ര്യം വിട്ടുപോകൂല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാമത്തെ കാര്യം പറഞ്ഞത്, രാത്രികാലങ്ങളിൽ തൂത്തുവാരുന്ന ആളുകൾ, സ്ത്രീകൾ. അത് സ്ത്രീകളോടാണ്. രാത്രികാലങ്ങളിൽ അടിച്ചോരുന്ന ആളുകൾ. നമ്മളൊക്കെ ഇവിടെ പറയുന്നത് അടിച്ചോരുക എന്നാണ്. പല ജില്ലകളിൽ പല ഭാഷകളായിരിക്കും. തൂത്തുവാരുന്ന രാത്രികാലങ്ങളിൽ തൂത്തുവാരുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ, രാത്രികാലങ്ങളിൽ തൂത്തുവാരുന്ന വീടുകളാണെങ്കിൽ അവിടെ ദാരിദ്ര്യം വിട്ടുപോകില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നാലാമതായി എണ്ണിയത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വേസ്റ്റായിട്ട് ഭക്ഷണത്തെ മാറ്റി നിർത്തുക. നമ്മൾ കഴിക്കുന്ന സമയത്ത്, നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം വേസ്റ്റായി പോയി കഴിഞ്ഞാൽ അത് വേസ്റ്റാക്കി തള്ളാതിരിക്കുക. ഒരു വറ്റ് നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ ആ വറ്റും എടുത്ത് കഴിക്കുക, വേസ്റ്റാക്കാതിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഭക്ഷണം പാഴാക്കാതിരിക്കുക. ഭക്ഷണം പാഴാക്കുന്ന വീടുകളിൽ ദാരിദ്ര്യം വിട്ടുപോകില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അഞ്ചാമതായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്, നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവനും ഭക്ഷണം കഴിക്കുന്നവളും വീട്ടിലുണ്ടോ, ദാരിദ്ര്യം വീടിനെ വിട്ടുപോകൂല. നിന്നുകൊണ്ട് മൃഗങ്ങളെപ്പോലെ നിന്നുകൊണ്ട് ഭക്ഷിക്കുക, നിന്നുകൊണ്ട് കുടിക്കുക. അങ്ങനായി കഴിഞ്ഞാൽ ആ വീടിനെ ദാരിദ്ര്യം ആ വീട്ടിൽ നിന്നും വിട്ടുപോകില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഭർത്താവിന് ഒരു പ്രയാസം ഉണ്ടാവില്ല, ജോലിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ജോലി കിട്ടും. നമ്മളെ ദാരിദ്ര്യങ്ങളൊക്കെ ഇല്ലാണ്ടായി പോകും. നമ്മളെ വീട് പണി പൂർത്തിയാവാൻ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവിടെ ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കടക്കാരനായി മാറും. പിന്നെ കടം വാങ്ങാൻ തുടങ്ങും. അത് കൊടുക്കാൻ കഴിയാതെ ആകെ പ്രയാസത്തിലാകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവേ ദാരിദ്ര്യമുള്ള വീടുകളാക്കി ഞങ്ങളെ വീടുകളെ മാറ്റാതിരിക്കണേ തമ്പുരാനെ. ദാരിദ്ര്യമുള്ള വീടുകളായി ഞങ്ങളെ വീടിനെ മാറ്റല്ലേ അല്ലാഹ്, ഞങ്ങളെ വീടിനെ മാറ്റല്ലേ തമ്പുരാനെ. ദാരിദ്ര്യമുള്ള വീടാക്കി ഞങ്ങളെ വീടിനെ മാറ്റല്ലേ അല്ലാഹ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ ഓരോരുത്തർ മനസ്സുകൊണ്ട് കരുതുക. ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങളിലുണ്ടോ, ഞങ്ങളെ വീട്ടിലുണ്ടോ, ഞങ്ങളെ കുടുംബത്തിലുണ്ടോ എന്ന് ഓരോരുത്തർ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീടിനെയും നമ്മളെ മക്കളെയും നമ്മളെ ഭർത്താവിനെയും നമ്മളെ ഭാര്യയെയും ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് കഴിയും. പിന്നെ ഇതിനെന്താണ് ചൊല്ലേണ്ടത്? തങ്ങളെ വീട് പണി പൂർത്തിയാവാൻ വേണ്ടി,
കുറേ കാലമായി ഞങ്ങളൊരു ആഗ്രഹമാണ്, പച്ച മണ്ണിൽ കുറ്റിയടിച്ച് ഞങ്ങളെ സ്വപ്ന ഭവനം ഞങ്ങൾക്കതിലൊന്ന് കയറിയിരിക്കാൻ. ഞങ്ങൾ വാടക വീട്ടിലാണ് തങ്ങളെ, ഞങ്ങൾ പ്രയാസത്തിലാണ്. എങ്ങനെയൊക്കെയോ കടം വാങ്ങി ഒപ്പിച്ചുണ്ടാക്കിയ വീടാണത്. കയറി പണി അങ്ങ് പൂർത്തിയാവുന്നില്ല. എത്ര പണിയെടുത്തിട്ടും പണി അങ്ങ് പൂർത്തിയാവുന്നില്ല. ഒരു പ്രയാസം ഒരു പ്രതിസന്ധി ഞങ്ങളിങ്ങനെ നേരിടുകയാണ്. അത്തരം പ്രയാസമുള്ളവരുണ്ട്. അത്ര പല ജാതി പ്രയാസങ്ങൾ, പല ജാതി പരിവർത്തനങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. ജോലിയിൽ ബർക്കത്തില്ലായ്മ, ഗൾഫിലാണ്, ഗൾഫിലേക്ക് പോകാൻ ഇഖാം ശരിയാവുന്നില്ല, തനാസിൽ മാറിക്കിട്ടുന്നില്ല, അങ്ങനെ പല ജാതി പ്രയാസങ്ങളായി വിളിച്ചവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കുക. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ സൂറത്തുൽ വാഖിയ, ആദ്യകാലങ്ങളിൽ ഓരോ വീട്ടിലും ഈ സൂറത്ത് ഓതിരുന്നു. സൂറത്തുൽ വാഖിയ സൂറത്ത് ഓതുന്ന വീടായിരുന്നു. ആ വീടിനെ പിന്നെ ദാരിദ്ര്യം അവർ അറിയുക പോലുമില്ല. ആ വീട്ടിൽ പിന്നെ ദാരിദ്ര്യം പോയിട്ടൊരു കടമോ ഒരു പ്രയാസമോ ഒരു പ്രതിസന്ധിയോ ആ വീട്ടിൽ പിന്നെ ഉണ്ടാകൂല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. വാഖിയ സൂറത്ത് ഓതുന്ന വീട്ടിൽ ദാരിദ്ര്യമോ കടമോ പ്രയാസമോ പ്രതിസന്ധിയോ, ഭർത്താവിൻ്റെ ജോലിയിൽ പ്രയാസമോ, നമ്മുടെ വീട് പണി പൂർത്തിയാവാനുള്ള പ്രയാസമോ ഒരു പ്രയാസമുണ്ടാവില്ല. മക്കളെ ജോലിയിൽ പ്രയാസമോ ഒരു പ്രയാസവും ആ വീട്ടിലുണ്ടാകില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സൂറത്തുൽ വാഖിയ ഓതുക. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ സൂറത്തുൽ വാഖിയ ഓതിക്കോളി. ഒരു പ്രയാസം ഉണ്ടാവില്ല, ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല. നമ്മൾ ബുദ്ധിമുട്ടണ്ട, നമ്മൾ മറ്റുള്ള ആളുകളെ അടുത്ത് പോയി യാചിക്കേണ്ട അവസ്ഥ വരില്ല. നിങ്ങൾ ഓതി നോക്കി എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ അത്രയും പ്രയാസങ്ങളുള്ളവർ, അത്രയും ബുദ്ധിമുട്ടുള്ളവർ, ശൈത്താനിയത്തും സിഹിറും കണ്ണേറും അതിൽ കുടുങ്ങി നിൽക്കുന്നവർ, ഇൻഷാ അല്ലാഹ് ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, എൻ്റെ നമ്പറുണ്ട്. ഇൻഷാ അല്ലാഹ് അത്രയും പ്രയാസങ്ങളുള്ളവർ എനിക്ക് കോണ്ടാക്റ്റ് ചെയ്യാം. ഒരു പ്രയാസമില്ല, ഒരു പ്രതിസന്ധിയുമില്ല. ഇൻഷാ അല്ലാഹ് ഇത്തരം പ്രയാസങ്ങളിൽ പല ആളുകളും ബുദ്ധിമുട്ടുന്നുണ്ട്. കുറേ വർഷങ്ങളായിട്ട് അത്തരം കെണികളിൽ പെട്ടുപോയവരുണ്ട്. അസൂയാലുക്കളുടെ കെണികളിലും മാരണം ചെയ്യുന്നവരുടെ കെണികളിലും പെട്ടുപോയ ധാരാളം കുടുംബക്കാരുണ്ട്, ധാരാളം ആളുകളുണ്ട്. എനിക്ക് വിളിക്കാറുണ്ട്. ഒരു ദിവസം തന്നെ കുറേ കോളുകളാണ്. ഞാനോട് പറയാറ്, ഇൻഷാ അല്ലാഹ് വാട്സപ്പിൽ അയച്ചോളൂ. എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും, ചിലർക്ക് കോൾ ചെയ്യാൻ പ്രയാസമുള്ളവരുണ്ടാകും. അവർ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും. അവർ ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചോളൂ, ഒരു ബുദ്ധിമുട്ടില്ല. ഇൻഷാ അല്ലാഹ് സമയം കിട്ടുന്നതിനനുസരിച്ച് അതിനുള്ള റീപ്ലൈ തന്നിരിക്കും. അതിലൊന്നൊരു പ്രയാസമില്ല. ഇൻഷാ അല്ലാഹ് വിളിച്ചോളൂ. ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ഒരു പ്രതിസന്ധിയോ ഇല്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഖൈറിൻ്റെ കവാടം നമ്മൾക്ക് അള്ളാഹു തുറന്നിട്ട് തരട്ടെ. ഷെറിൻ്റെ കവാടങ്ങൾ അള്ളാഹു കൊട്ടി അടക്കുമാറാകട്ടെ. കുറേ ആളുകൾ ദാരിദ്ര്യമായിട്ടും പ്രയാസമായിട്ടും പ്രതിസന്ധിയായിട്ടും ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. തമ്പുരാനെ അള്ളാഹുവെ ഖൈറിൻ്റെ കവാടം അവർക്ക് നീ തുറന്നിട്ട് കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഖൈറിൻ്റെ കവാടം തുറന്നിട്ട് കൊടുക്കണേ തമ്പുരാനെ. ജോലിയിൽ ഉസ്താദെ തങ്ങളെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയിൽ ബർക്കത്ത് ലഭിക്കാൻ തങ്ങൾ ദുആ ചെയ്യണം. കുറേ ആളുകൾ വിളിച്ചു പറഞ്ഞതാണ്, ഹസ്ബൻഡിൻ്റെ ജോലിയിൽ ബർക്കത്ത് ചെയ്യാൻ, ബർക്കത്ത് കിട്ടാൻ ഉസ്താദ് തങ്ങൾ ദുആ ചെയ്യണം. പ്രതിസന്ധിയിലാണ്, പ്രയാസത്തിലാണ്, ജോലിയില്ലാതെ വീട്ടിലാണ്. കുറേ ദിവസമായി, കുറേ കാലങ്ങളായി ജോലിയില്ലാതെ വീട്ടിലാണ് തങ്ങളെ. ഒരു കുടുംബം നോക്കേണ്ട മനുഷ്യനാണ്. പ്രയാസമാണ്. ഉസ്താദ് തങ്ങൾ ആത്മാർത്ഥമായി തങ്ങളെ വീഡിയോയിലൂടെ, തങ്ങളെ മജ്ലിസുകളിലൂടെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ അല്ലാഹു അവരുടെ ഖൈറായ ജോലികൾ അല്ലാഹു അവർക്ക് നീ കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ. ഖൈറായ ജോലി അല്ലാഹു അവർക്ക് നീ കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ. വീടിൻ്റെ പണി പൂർത്തിയാവുന്നില്ല തങ്ങളെ, വീടിൻ്റെ പണി പൂർത്തിയാകുന്നില്ല എന്ന് പറഞ്ഞ് സങ്കട പൊട്ടിക്കരഞ്ഞ് പറഞ്ഞവരുണ്ട്. ഞങ്ങളുടെ കീശയും മേശയും കാലിയാണെന്ന് പറഞ്ഞ്
പൊട്ടിക്കരഞ്ഞ് പറഞ്ഞവരുണ്ട്, അള്ളാഹുടെ കീശയും മേശയും കലിയാണ്, നിന്റെ ഖജനാ വിശാലമാണ് തമ്പുരാനെ, അവർക്കതിൽ നിന്ന് കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, അതിൽ ആ ഭവനത്തിലൊന്ന് കയറിയിരിക്കാൻ അള്ളാഹുവേ അവർക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. സന്തോഷമുള്ള കുടുംബമാക്കി അവരുടെ കുടുംബങ്ങൾ അള്ളാഹുവെ മാറ്റണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിലേക്ക് സംഭാവന ചെയ്തവരുണ്ട് തമ്പുരാനെ. അള്ളാഹുവെ റഹ്മാനുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ അള്ളാഹുവരെ കൊയക്കല്ല തമ്പുരാനെ, അവരെ പ്രതിസന്ധിയിലാക്കല്ല തമ്പുരാനെ, അവരെ പ്രയാസത്തിലാക്കല്ല തമ്പുരാനെ. തങ്ങളെപ്പോഴാണ് മജ്ലിസ് തുടങ്ങുക എന്ന് ചോദിച്ചവരുണ്ട് തമ്പുരാനെ. സന്തോഷമായി അല്ലാഹുവേ അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവരെ കൊയക്കല്ല തമ്പുരാനെ, അവരെ പ്രതിസന്ധിയിലാക്കല്ല തമ്പുരാനെ. ഞങ്ങളെ വീഡിയോ കാണുന്ന ധാരാളം ആളുകളുണ്ട് അല്ലാഹ്, ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട് തമ്പുരാനെ, അവരെ പ്രയാസത്തിലാക്കല്ലേ അല്ലാഹ്. അവർക്ക് ദാരിദ്ര്യം കൊടുത്ത് അവരെ പ്രയാസത്തിലാക്കല്ല തമ്പുരാനെ, അവർക്ക് കടങ്ങൾ കൊടുക്കല്ല തമ്പുരാനെ. അല്ലാഹു അവരുടെ ജോലിയിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്, അവരെ ബിസിനസ്സിൽ ബർക്കത്ത് ചൊരിയണേ തമ്പുരാനെ. അവർക്ക് രോഗങ്ങൾ കൊടുക്കല്ല തമ്പുരാനെ, ക്യാൻസർ കൊടുക്കല്ല അല്ലാഹ്, ട്യൂമർ കൊടുക്കല്ല തമ്പുരാനെ, അറ്റാക്ക് കൊടുക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ ബ്ലഡ് ക്യാൻസർ കൊടുക്കല്ല തമ്പുരാനെ, ട്യൂമർ കൊടുക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ മാറാത്ത തലവേദന അവർക്ക് കൊടുക്കല്ല തമ്പുരാനെ, ഊരവേദന കൊടുക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ ഡിസ്കിന്റെ കംപ്ലൈന്റുകൾ അല്ലാഹു അവർക്ക് കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് കൊടുക്കല്ല തമ്പുരാനെ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ അല്ലാഹ് അവരെ കൊയക്കല്ല അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിൽ ഇഷ്ടപ്പെടുന്നവരുണ്ട് തമ്പുരാനെ, അവരെ പ്രയാസത്തിലാക്കല്ല തമ്പുരാനെ. ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ട് തമ്പുരാനെ, അവരെ പ്രതിസന്ധിയിലായിട്ടല്ലേ അല്ലാഹ്, അവരെ പ്രതിസന്ധിയിലായിട്ടല്ല തമ്പുരാനെ. ഞങ്ങളടുത്തേക്ക് ചികിത്സയ്ക്ക് വേണ്ടി തേടി വരുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്, അവരെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹുവിനെ ദൂരീകരിക്കണേ അല്ലാഹ്. അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അവരുടെ എല്ലാ ചെറുതും വലുതുമായ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്, മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. പൈശാചികമായ ഉപദ്രവങ്ങൾ അല്ലാഹു അവർക്ക് നീ നൽകല്ലേ അല്ലാഹ്, അല്ലാഹുവേ നൽകല്ല തമ്പുരാനെ. ധാരാളം വർഷമായി ഈ പ്രയാസത്തിൽ പെട്ടുകിടക്കുന്ന ധാരാളം ആളുകളുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ ആ പൈശാചികമായ ഉപദ്രവങ്ങൾ തമ്പുരാനെ കരിയിച്ച് കളയണേ അല്ലാഹ്, കരിയിച്ച് കളയണേ തമ്പുരാനെ. അവരുടെ വീടിനെ തൊട്ടും അവരെ തൊട്ടും അവരുടെ വീടിനെ തൊട്ടും അവരെ പറമ്പിനെ തൊട്ടും അല്ലാഹുവേ നീ നീക്കം ചെയ്യണേ അല്ലാഹ്, നീക്കം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളടുത്തേക്ക് വന്ന് ഹൈറായവരുണ്ട് തമ്പുരാനെ, സലാമത്തായവരുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ അവർക്ക് നീ ഒരിക്കലും ഒരു പ്രയാസം കൊടുക്കല്ലേ അല്ലാഹ്, പ്രതിസന്ധി കൊടുക്കല്ലേ തമ്പുരാനെ. കല്യാണം ശരിയാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അല്ലാഹ്, അല്ലാഹുവേ ലാഹിക്കായ ഇണകളെ കൊടുക്കണേ അല്ലാഹ്. കല്യാണം ശരിയാവാൻ വേണ്ടി ദുആ വസിയത്ത് ചെയ്ത് കല്യാണം ശരിയായവരുണ്ട് തമ്പുരാനെ. ഹൈറായ കുടുംബജീവിതം നയിക്കാൻ അല്ലാഹു അവർക്ക് തൗഫീക്ക് കൊടുക്കണേ അല്ലാഹ്, അവർക്ക് തൗഫീക്ക് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളെ പ്രവാസികളെ കൊയക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ സ്നേഹിക്കുന്ന ധാരാളം പ്രവാസികളെ വീഡിയോ കാണുന്നവരുണ്ട് അല്ലാഹ്, അവരെ കൊയക്കല്ലേ അല്ലാഹ്. അവരെ ബുദ്ധിമുട്ടിലായിത്തല്ല തമ്പുരാനെ, അവരെ പ്രയാസത്തിലായിത്തല്ലേ അല്ലാഹ്, അവരെ പ്രതിസന്ധിയിലായിത്തല്ല തമ്പുരാനെ. അവരെ ജോലിയിൽ ബറക്കത്ത് ചൊരിയണേ തമ്പുരാനെ. അവിടുന്ന് മരിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് പെട്ടിയിലാക്കി മയ്യത്ത് നാട്ടിൽ കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു പ്രവാസിക്കും കൊടുക്കല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് തമ്പുരാനെ. ആക്സിഡന്റ് അപകട മരണങ്ങൾ അല്ലാഹുവേ ഞങ്ങളെ വീഡിയോ കാണുന്നവർക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഒരാൾക്കും നീ കൊടുക്കല്ലേ അല്ലാഹ്. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിന് മാറ്റല്ല തമ്പുരാനെ, മയ്യത്തിന് മാറ്റല്ല തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ പണം മൊത്തം ഹോസ്പിറ്റലിൽ കെട്ടിവെക്കുന്ന അവസ്ഥ അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. അത്തരം രോഗങ്ങൾ നൽകല്ലേ തമ്പുരാനെ, ക്യാൻസർ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ക്യാൻസറിന്റെ അണുവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ അല്ലാഹുവേ ഈ സാഅത്ത് മുതൽ നീ കരിയിച്ച് കളയണേ അല്ലാഹ്, നീ കരിയിച്ച് കളയണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ
രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ക്യാൻസർ നൽകല്ല അല്ലാഹ്, ട്യൂമർ നൽകല്ല തമ്പുരാനെ, അറ്റാക്ക് നൽകല്ല അല്ലാഹ്, ബ്ലഡ് ക്യാൻസർ നൽകല്ല തമ്പുരാനെ. അല്ലാഹുവേ അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഊരവേദനയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളെ വിളിച്ചിരുന്നു. അല്ലാഹുവേ ഊരവേദന നീ കൊടുക്കല്ലേ അല്ലാഹ്, അല്ലാഹുവേ നീ ശിഫയാക്കണേ അല്ലാഹ്, നീയാണ് ഷാഫിഅ തമ്പുരാനെ, നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. ഡിസ്കിന്റെ കംപ്ലൈന്റ് ഉള്ളവർ വിളിച്ചിരുന്നു. അല്ലാഹുവേ നീയാണ് ഷാഫിഅ തമ്പുരാനെ, നീ ശിഫയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ യൂറിക് ആസിഡ് വന്നുകൊണ്ട് കിണുപ്പുകളിൽ പ്രയാസമുള്ളവർ വിളിച്ചിരുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ് നീയാണ് ഷാഫിഅ തമ്പുരാനെ, നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് തലവേദന വന്ന് തലസഞ്ചാരം വന്ന് കുറെ കാലമായി പ്രയാസപ്പെടുന്നവരുണ്ട് തമ്പുരാനെ, നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. ഗ്രൈൻ പോലുള്ള തലവേദനയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അല്ലാഹ്, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. തൈറോയിഡിന്റെ അസുഖങ്ങളുള്ളവരുണ്ട് തമ്പുരാനെ, നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. ഷുഗർ ഉള്ളവരുണ്ട് തമ്പുരാനെ, പ്രഷർ ഉള്ളവരുണ്ട് തമ്പുരാനെ, കൊളസ്ട്രോൾ ഉള്ളവരുണ്ട് തമ്പുരാനെ, നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. നീയാണ് ഷാഫിയ തമ്പുരാനെ, നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അല്ലാഹ്, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അല്ലാഹ്, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്ക് ദാരിദ്ര്യം തരല്ലേ തമ്പുരാനെ, ദാരിദ്ര്യം തന്നുകൊണ്ട് അല്ലാഹുവേ കടം വാങ്ങി പലിശ വരെ തിന്നുന്ന റിബ വരെ തിന്നുന്ന അവസ്ഥ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്, നൽകല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ കൊയക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ കൊയക്കല്ലേ തമ്പുരാനെ. ഞങ്ങളെ വീഡിയോ കാണുന്നവരെ കൊയക്കല്ലേ അല്ലാഹ്, അവരെ പ്രയാസത്തിലാക്കല്ലേ തമ്പുരാനെ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ പ്രയാസത്തിലാക്കല്ലേ അല്ലാഹ്, അവരെ പ്രതിസന്ധിയിലാക്കല്ലേ തമ്പുരാനെ. നമ്മളൊക്കെ ഒരു കുടുംബം പോലെയാണ് തമ്പുരാനെ, ആ കുടുംബത്തിനെ നീ പ്രയാസത്തിലാക്കല്ലേ അല്ലാഹ്, പ്രതിസന്ധിയിലാക്കല്ലേ തമ്പുരാനെ. തങ്ങളെപ്പോഴാണ് മജ്ലിസ് തുടങ്ങുക, അവർ കാത്തിരിക്കുന്നവരുണ്ട്, മജ്ലിസ് തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹ്, അല്ലാഹുവേ നന്നാക്കണേ അല്ലാഹ്, അല്ലാഹുവേ നന്നാക്കണേ തമ്പുരാനെ. ഞങ്ങളെ മക്കളെ നന്നാക്കണേ തമ്പുരാനെ, സ്വാലിഹായ മക്കളെ നൽകണേ തമ്പുരാനെ. ഒരു കുഞ്ഞിക്കാല് കാണാൻ തങ്ങളെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞവരുണ്ട്. ഞങ്ങൾക്ക് ചികിത്സ തേടി ഞങ്ങളടുത്തേക്ക് വരുന്നവരുണ്ട്. റഹ്മുർ റഹീമീനായ അല്ലാഹ് അവർക്ക് സന്താന ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്, സന്താന ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ, സന്താന ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാഹ് മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അല്ലാഹ്. ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞവരുണ്ട് തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാഹ് മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ അല്ലാഹുവേ അവർക്ക് തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്, അവർക്ക് തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. പാപം പതിഞ്ഞ പാദം മതാഫിലൊന്ന് നിർത്തി ദുഃഖദോഷ ഭാണ്ഡക്കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് കണ്ണിറയെ കഅബ കണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗള ഷരീഫിലേക്ക് ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹി എന്ന് സലാം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കഅബയും കണ്ട് മടങ്ങി വരാൻ ഉമ്മ പെറ്റ കൽബ് പോലെ നാട്ടിലേക്ക് തിരിച്ചെത്താൻ അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. തങ്ങളെപ്പോഴാണ് പോകുന്നത്, തങ്ങളെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞ കുറേ ആളുകളുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹ് മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ അവർക്ക് തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്, തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ഉണക്കക്കട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തു, താടി തലയിലേക്ക് കെട്ടപ്പെടും. ആ സമയത്ത് ഈമാൻ നിറവടിയാക്കണേ അല്ലാഹ്, ഈമാൻ നിറവടിയാക്കണേ തമ്പുരാനെ, ഈമാൻ നിറവടിയാക്കണേ തമ്പുരാനെ.
ഞങ്ങളുടെ വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയപ്പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ ജനാസയപ്പെടുത്തണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ ദുനിയാവിൽ കുറേ അമലുകളൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള വീഡിയോകൾ, ഇങ്ങനെയുള്ള മജ്ലിസിൽ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. സയ്യിദന്മാരെയും ആലിമീങ്ങളെയും ഞങ്ങൾ സ്നേഹിച്ചതിൻ്റെ കാരണത്താൽ ഞങ്ങളെ ജനാസ ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയപ്പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ ജനാസയപ്പെടുത്തണേ തമ്പുരാനെ. റഹ്മാൻ റഹീമീനായ അല്ലാഹ്, ഞങ്ങളുടെ നാട്ടിലുള്ള പള്ളിക്കാട്ടിലേക്ക് ഞങ്ങളങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത്, ഞങ്ങളെ കബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത്, ഊരൊക്കെ കയറിട്ട് ഞങ്ങളെ കബറിലേക്ക് അങ്ങ് ഇറക്കി വെക്കുന്ന സമയത്ത്, റഹ്മാൻ റഹീമീനായ അല്ലാഹ്, കബറിൽ അല്ലാഹുവേ സന്തോഷം നിറക്കണേ അല്ലാഹ്, സന്തോഷം നിറക്കണേ തമ്പുരാനെ. കബറ് കുടുസാക്കല്ലേ അല്ലാഹ്, കബറ് നിറക്കുന്ന കബറാക്കി ഞങ്ങളെ കബറിനെ മാറ്റല്ലേ അല്ലാഹ്. ഖബറിൽ രക്ഷ നൽകണേ തമ്പുരാനെ, ഖബറിൽ രക്ഷ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാഹ്, നിന്റെ ഔദാര്യം കൊണ്ട് നൽകണേ അല്ലാഹ്, നിന്റെ ഔദാര്യം കൊണ്ട് നൽകണേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റിഖായിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൃക്കല്യാണവും രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും ഹുദവി നൽകണേ അല്ലാഹ്, ഹുദവി നൽകണേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم.